കൃഷ്ണാമൃതം ചാനലിലേക്ക് എല്ലാ ഗോപന്മാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് അഷ്ടപതി അധ്യായം 1 ശ്ലോകം 6, അതായത് പരശുരാമ അവതാരത്തെക്കുറിച്ചാണ് ഇന്നത്തെ അഷ്ടപതിയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് അഷ്ടപതി ഒന്ന് കേട്ടു നോക്കിയാലോ. क्षत्रियरुधिरमये जगदभगतपापं स्नपयसि पयसि शमितभवतापं केशवादृत रघुपतिरूपा जय जगदीश हरे. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും അർത്ഥം ഒന്ന് നോക്കാം. ക്ഷത്രിയ, ഇവിടെ ക്ഷത്രിയന്മാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ഷത്രിയ. രുധിര, രുധിര എന്ന് പറഞ്ഞാൽ രക്തം, രുധിരം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. രുധിരം എന്ന് പറഞ്ഞാൽ രക്തം. രുധിരമയേ ജഗതപഗത. ജഗതപഗത എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ ജഗത് അപഗത. ജഗത്ത് എന്ന് പറയുമ്പോൾ ലോകം, അപഗത എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. പാപം, പാപം അറിയാമല്ലോ. ഇനി സ്നപയസി, സ്നപയസി എന്ന് പറയുന്ന വാക്കിന് കുളിപ്പിക്കുക, ആറാടിപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. പയസി, പയസി എന്ന് പറഞ്ഞാൽ തീർത്ഥക്കുളം. ശമിത, ശമിത എന്ന് പറഞ്ഞാൽ ശമിപ്പിക്കുക, ഇല്ലാതാക്കുക. ഭവതാപം, ഭവതാപം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം എന്നാണ് അർത്ഥം. കേശവ, ധൃത, ധൃത എന്ന് പറഞ്ഞാൽ ധരിക്കുക. ഭൃഗുപതി രൂപ, ഭൃഗുപതി എന്ന് പറഞ്ഞാൽ പരശുരാമൻ. ജയ ജഗദീശ ഹരേ. ഇതാണ് ഓരോ വാക്കുകളുടെ അർത്ഥം. അതായത് ക്ഷത്രിയ, രുധിര രക്ത, ജഗതപഗത എന്ന് പറഞ്ഞാൽ അത് സ്പ്ലിറ്റ് ചെയ്ത് പറയുമ്പോൾ ജഗത് അപഗത. അപഗത എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. ജഗത് എന്ന് പറഞ്ഞാൽ ലോകം. പാപം. ഇനി അടുത്ത സ്നപയസി, സ്നപയസി എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക അല്ലെങ്കിൽ ആറാടിപ്പിക്കുക എന്നർത്ഥം. പയസി തീർത്ഥക്കുളം. ശമിത ഇല്ലാതാക്കുക. ഭവതാപം എന്ന് പറഞ്ഞാൽ സംസാര ദുഃഖം. ഇനി ഇത് നമ്മൾ അർത്ഥമായിട്ട് സെൻറ്റൻസായിട്ട് പറയുമ്പോൾ ഇതിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ചാൽ, അലിയോ ഭൃഗുപതി രൂപം ധരിച്ച കേശവ. ഭൃഗുപതി രൂപം ധരിച്ച, ഭൃഗുപതി എന്ന് പറയുന്നത് ഇവിടെ പരശുരാമൻ ആണ്. പരശുരാമ രൂപം ധരിച്ച അല്ലയോ കേശവ. ക്ഷത്രിയന്മാരുടെ, ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ ക്ഷത്രിയന്മാരുടെ. രുധിരമയേ, രുധിരമയേ എന്ന് പറഞ്ഞാൽ രക്തത്താൽ. ക്ഷത്രിയന്മാരുടെ രക്തത്താൽ. എന്താണ്? പയസി തീർത്ഥക്കുളം. അതായത് ക്ഷത്രിയന്മാരുടെ രക്തത്താൽ അങ്ങ് എന്ത് ചെയ്തു? ഒരു തീർത്ഥക്കുളം നിർമ്മിക്കുകയും ജഗതപഗത പാപം, ജഗത്തിലെ ജനങ്ങളുടെ പാപം ഇല്ലാതാക്കുകയും കൂടാതെ ശമിത, ശമിത എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. ഭവതാപം സംസാര ദുഃഖം, അതുകൂടാതെ എന്ത് ചെയ്യുന്നു? സംസാര ദുഃഖം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ജഗദീശ അങ്ങ് വിജയിച്ചാലും. ഇതാണ് ഇതിൻ്റെ അർത്ഥം, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പരശുരാമ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ 6ാമത്തെ അവതാരമായ പരശുരാമ അവതാരം. അപ്പോൾ പരശുരാമനെ കുറിച്ച് നമുക്ക് കുറച്ചൊക്കെ അറിയാം അല്ലേ. നമ്മൾ കുട്ടിക്കാലം മുതലേ കേൾക്കുന്നതാണ് പരശുരാമൻ മഴ എറിഞ്ഞുണ്ടായതാണ് നമ്മുടെ ഈ കൊച്ചു കേരളം. നമ്മുടെ കേരളത്തിന് പരശുരാമനുമായിട്ട് വളരെയധികം ഒരു ബന്ധമുണ്ട് അല്ലേ. ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട ഐതിഹ്യം എന്ന് പറയുന്നത് പരശുരാമൻ മഴ എറിഞ്ഞു ഇല്ലേ. അപ്പോൾ ആ മഴ എറിഞ്ഞ് ഉണ്ടായതാണ് കേരളം. അപ്പോൾ ഈ പരശുരാമൻ്റെ കഥ നമുക്ക് ചുരുക്കി ഒന്ന് കേൾക്കാം. പരശുരാമൻ്റെ കഥ ഒരുപാടുണ്ട്, ഒരുപാട് ഭാഗത്ത് പരശുരാമൻ വരുന്നുണ്ട്. അപ്പോൾ ആ പരശുരാമൻ്റെ കഥ നമുക്ക് ചുരുക്കി ഒന്ന് കേൾക്കാം.
ജമദഗ്നി എന്ന് പറയുന്ന മഹർഷിയുടെയും രേണുകയുടെയും, അപ്പോൾ ഈ രേണുക എന്ന് പറയുന്നത് സൂര്യവംശം എന്ന് പറയുന്നത് നമ്മുടെ ശ്രീരാമൻ്റെ രാജവംശമാണ് സൂര്യവംശം. അപ്പോൾ ആ സൂര്യവംശത്തിലെ അയോധ്യ ഭരിച്ചിരുന്ന സൂര്യവംശ രാജാവായ പ്രസേനജിത്തിൻ്റെ മകളാണ്, സുന്ദരിയായിട്ടുള്ള മകളാണ് ആരെന്ന് പറയുന്നത് രേണുക. അപ്പോൾ ഈ രേണുകയെ ജമദഗ്നി മഹർഷി കാണുകയും അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ മഹർഷിമാരൊക്കെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ രാജാക്കന്മാർക്ക് അത് നിഷേധിക്കാൻ പറ്റത്തില്ല അല്ലേ. അപ്പം എന്തു ചെയ്യും, രേണുകയെ ഈ രാജാവ് ജമദഗ്നി മഹർഷിക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇവർക്ക് 4 പുത്രന്മാരുണ്ടാകും. അതിൽ 4ാമത്തെ പുത്രനായിട്ടാണ് നമ്മുടെ രാമൻ. അപ്പം ജനിക്കുന്ന ബാലനായിട്ടുള്ള കുട്ടിയുടെ പേര് രാമൻ എന്നാണ്. പിന്നീടാണ് പരശുരാമൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ 4ാമത്തെ കുട്ടിയാണ് രാമൻ. അങ്ങനെ പരശുരാമൻ വളർന്ന് അച്ഛൻ ജമദഗ്നി മഹർഷി എന്തു ചെയ്യും, എല്ലാ വിദ്യകളും തൻ്റെ മകനായ പരശുരാമനെ അഭ്യസിപ്പിക്കും. അങ്ങനെ ഈ പരശുരാമൻ എന്തു ചെയ്യും, തപസ് ചെയ്ത് മഹാദേവനെ തപസ് ചെയ്യും. പരമശിവനെ അദ്ദേഹം തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തിയിട്ട് തനിക്ക് ആയുധവിദ്യകൾ ഒക്കെ പറഞ്ഞു തരണമെന്ന് അദ്ദേഹം വരമായിട്ട് ആവശ്യപ്പെടുകയാണ്. അങ്ങനെ ഭഗവാൻ പരമശിവൻ എന്തു ചെയ്യുന്നു, പരശുരാമന് എല്ലാവിധ ആയുധവിദ്യകളും അഭ്യസിപ്പിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്തു ചെയ്യുന്നു, ഏറ്റവും അവസാനം ശിഷ്യൻ്റെ മികവൊക്കെ കണ്ട്, പിന്നെ വൈഷ്ണവ തേജസ്സുള്ള ആളാണ് ആര്, പരശുരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് പരശുരാമൻ ചോദിക്കും, പരമശിവൻ ചോദിക്കും, ഇനി എന്താണ് വേണ്ടുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ പരശുരാമൻ ഭഗവാനോട് അപ്പോഴാണ് ഈ തനിക്ക് ആയുധങ്ങളും അതായത് ഈ എന്താ പറയുക, വിശേഷപ്പെട്ട ആയുധങ്ങളൊക്കെ നൽകണമെന്ന് പറയും. അങ്ങനെ ഭഗവാൻ എന്തു ചെയ്യുന്നു, അസ്ത്രമൊടുങ്ങാത്ത ആവനാഴി, അതുപോലെ ഒരു രഥം, പിന്നെ അതുപോലെ പരശു, ഇത് ഇത്രയും പരശുരാമന് അന്ന് മുതലാണ് ഭഗവാനാൽ മഹാദേവനാൽ പരശു നൽകപ്പെട്ടതിന് ശേഷമാണ് ഈ രാമന് പരശുരാമൻ എന്ന പേര് സിദ്ധിക്കുന്നത്. ആ പരശുവാണ് പിന്നീട് രാമൻ്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് അപ്പോൾ ഈ പരശുരാമൻ പറയും, തേര് എനിക്ക് എന്താ ആവശ്യമുള്ളപ്പോൾ മാത്രം എനിക്ക് അത് എൻ്റെ അടുക്കലേക്ക് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ തേര് അപ്രത്യക്ഷമായിട്ടായിരിക്കും ഇരിക്കുന്നത്. രാമൻ എപ്പോഴാണോ ആവശ്യപ്പെടുന്നത് അപ്പോഴായിരിക്കും ആ തേര് രാമൻ്റെ അടുക്കൽ എത്തുക. അപ്പോൾ അങ്ങനെ ഒരുപാട് മഹാദേവൻ്റെ ശിഷ്യനാണ് ആരെന്ന് പറയുന്നത്, പരശുരാമൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പരശുരാമൻ ഭഗവാൻ കൊടുത്ത ഈ പരശുവിനാൽ തന്നെയാണ് മഹാദേവൻ്റെ പുത്രനായ ഗണപതിയുടെ ഒരു കൊമ്പ് പരശുരാമൻ മുറിച്ച് കളയുന്നത്. ഈ പരശുവിനാലാണ്. അങ്ങനെയാണ് നമ്മുടെ ഗണേശൻ ഒറ്റ കൊമ്പനായി മാറുന്നത്. അത് മറ്റൊരവസരത്തിൽ ആ കഥ പറയാം. അപ്പോൾ ഇങ്ങനെ പരശുരാമൻ വളരെ മിടുക്കനായിട്ടൊക്കെ എല്ലാ അസ്ത്രവിദ്യകളുമൊക്കെ അഭ്യസിച്ച് തിരിച്ച് വന്നു. അങ്ങനെ അച്ഛനും അമ്മയ്ക്കുമൊക്കെ ഒപ്പം ആശ്രമത്തിൽ അങ്ങനെ അവർ സന്തോഷമായിട്ട് ജീവിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഒരിക്കൽ നമ്മുടെ ക്ഷത്രിയ രാജാവായ, അതായത് മഹിഷ്മതി സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് കാർത്തിവീരാർജുനൻ എന്ന പേരായിട്ടുള്ള ഒരു ക്ഷത്രിയ രാജാവുണ്ടായിരുന്നു. അപ്പോൾ ഈ കാർത്തിവീരാർജുനൻ എന്ന് പറയുന്നതും മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായിട്ടുള്ള ആളാണ്. അപ്പം മഹാവിഷ്ണുവിൻ്റെ തന്നെ അംശാവതാരമായിട്ടുള്ള ദത്താത്രേയ മഹർഷിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയ കാർത്തിവീരാർജുനനും ഒരുപാട് വരങ്ങളൊക്കെ നേടിയിട്ടുണ്ട്. അതായത് 1000 കൈകളുണ്ട് ഈ കാർത്തിവീരാർജുനന്, അതുപോലെ ദീർഘായുസ്സുണ്ട്, പിന്നെ ഈ നാരായണാസ്ത്രം ഉണ്ട്. ദത്താത്രേയ മഹർഷിയാണ് ഇതെല്ലാം പ്രദാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ദത്താത്രേയ മഹർഷി എന്ന് പറയുന്നത് നമ്മുടെ അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനാണ്. അത് മഹാവിഷ്ണുവിൻ്റെ അംശാവതാരമാണ്. അപ്പോൾ അതും ഒരു വലിയ കഥയാണ്. അതും പിന്നീട് ഒരിക്കൽ പറഞ്ഞു തരാം. ഇപ്പം നമുക്കിന്ന് പരശുരാമ അവതാരത്തെക്കുറിച്ചാണ് പറയേണ്ടത്. അപ്പോൾ ഈ കാർത്തിവീരാർജുനന് ഒരുപാട് ഐശ്വര്യങ്ങളും
ആയുധവും എല്ലാം ഈ ദത്താത്രേയ മഹർഷി പ്രദാനം ചെയ്തു. അങ്ങനെ കാർത്തിവീരാർജുനൻ ഭയങ്കര ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു രാജാവായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ദാനധർമ്മങ്ങൾ ചെയ്ത് ഒരുപാട് യാഗങ്ങളൊക്കെ ചെയ്ത് ഈ കാർത്തിവീരാർജുനൻ വളരെ വിഖ്യാതനായിട്ടുള്ള ഒരു ചക്രവർത്തിയായി തീർന്നു. അപ്പോൾ ഈ കാർത്തിവീരാർജുനും നമ്മുടെ രാവണനുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയുണ്ട്. അതായത് രാവണൻ ഒരിക്കൽ ഇങ്ങനെ തൻ്റെ പരിവാരങ്ങളുമായിട്ട് യാത്ര പോകുമ്പോൾ നർമ്മദാ നദിയുടെ തീരത്തെത്തുകയും അവിടെ വെച്ച് അദ്ദേഹം തൻ്റെ പൂജാകർമാദികളൊക്കെ ചെയ്തിട്ട് യാത്ര തുടരാമെന്ന് കരുതി ആ നർമ്മദാ നദിയുടെ തീരത്തുള്ള മണൽത്തട്ടയിലിരുന്ന് പൂജകൾ ആരംഭിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ നർമ്മദാ നദിയിൽ വെള്ളം പൊങ്ങി പെട്ടെന്ന് ഇദ്ദേഹം ഈ വെള്ളത്തിനകത്ത് അകപ്പെട്ട് പിന്നെ നീന്തിയൊക്കെ കരയ്ക്ക് കയറേണ്ടി വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ രാവണൻ തൻ്റെ അന്വേഷിക്കും ഇതെന്താണ് സംഭവിച്ചത് എന്ന്. അപ്പോൾ അറിയാൻ കഴിയും ഇത് കാർത്തിവീരാർജുനൻ തൻ്റെ പത്നിമാരുമായിട്ട് നർമ്മദാ നദിയിൽ കുളിക്കുകയാണ്. അപ്പോൾ കാർത്തിവീരാർജുനൻ തൻ്റെ 1000 കൈകൾ കൊണ്ട് നർമ്മദാ നദിയെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നതെന്ന് രാവണൻ അറിയുകയാണ്. അപ്പോൾ രാവണന് ദേഷ്യം വരും. ഒരു മനുഷ്യനായിട്ടുള്ള ഒരു രാജാവിന് ഇത്രയധികം അഹങ്കാരം, എങ്കിൽ പിന്നെ അയാളെ പരാജയപ്പെടുത്തിയിട്ട് ബാക്കി കാര്യമെന്ന് പറഞ്ഞിട്ട് ചെന്ന് കാർത്തിവീരാർജുനുമായിട്ട് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ നമ്മുടെ രാവണൻ പരാജയപ്പെടും. അപ്പോൾ രാവണൻ പരാജയപ്പെട്ട് കഴിയുമ്പോഴത്തേന് രാവണനെ പിടിച്ച് തടവിലാക്കും ഈ കാർത്തിവീരാർജുനൻ. അവസാനം രാവണൻ്റെ മുത്തച്ഛൻ വന്നിട്ട് പുലസ്ത്യമുനി വന്നിട്ട് കാർത്തിവീരാർജുനോട് അപേക്ഷിക്കുമ്പോഴാണ് രാവണനെ മോചിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കഥ ഈ കാർത്തിവീരാർജുനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ കാർത്തിവീരാർജുനൻ എന്ന് പറയുന്നത് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ആളാണ്. അപ്പോൾ ഒരിക്കലും ഈ കാർത്തിവീരാർജുനൻ തൻ്റെ സൈന്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നായാട്ടിന്, പണ്ട് രാജാക്കന്മാർ നായാട്ടിന് പോകുമല്ലോ, അങ്ങനെ നായാട്ടിന് പോകുന്ന ഒരവസരത്തിൽ ഈ ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തിൽ കാർത്തിവീരാർജുനനും പരിവാരങ്ങളും എത്തും. അപ്പോൾ ജമദഗ്നി മഹർഷിക്ക് ഒരു പശുവുണ്ട്, സുശീല എന്നാണ് ആ പശുവിൻ്റെ പേര്. അതായത് കാമധേനുവായ സുരഭിയുടെ സഹോദരിയാണ് ഈ സുശീല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പശു, ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ചോദിക്കുന്നത് എന്തും കൊടുക്കും. അപ്പോൾ ഈ രാജാവും ഇഷ്ടം പോലെ, രാജാവിൻ്റെ കൂടെയുള്ള പരിവാരങ്ങൾ എന്ന് പറയുന്നത് സൈനികരും മന്ത്രിമാരും എല്ലാം അടക്കം ഒരു വലിയ ആൾക്കൂട്ടം തന്നെയുണ്ട്. അപ്പോൾ ഇത്രയും പേർക്കും ആവശ്യമായ ഭക്ഷണവും മറ്റ് സൗകര്യങ്ങളും എല്ലാം നിമിഷ നേരം കൊണ്ട് ആ ആശ്രമത്തിൽ തയ്യാറാകും. അങ്ങനെ തയ്യാറായി എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്ത് എല്ലാവരും സംതൃപ്തരായി കഴിയുമ്പോൾ അപ്പോൾ ഈ രാജാവിന് അത്ഭുതം, ഇതെങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു ആശ്രമത്തിൽ സന്യാസിക്ക് കഴിഞ്ഞു? അതായത് ഇത്രയും ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കാനും ഇത്രയും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എങ്ങനെ കഴിഞ്ഞു? അത്രയും പേരെ പരിചരിക്കാൻ തോഴിമാർ, ബാക്കി സേവകരൊക്കെ ഇങ്ങനെ വന്നു. അപ്പോൾ ഇങ്ങനെ സംശയം വന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് നമ്മുടെ സുശീല എന്ന് പറയുന്ന കാമധേനു അവിടെ ഉള്ളത് കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായതെന്ന് മനസ്സിലാകും. അപ്പോൾ കാർത്തിവീരാർജുനൻ ഒരാഗ്രഹം, അപ്പോൾ ഈ പശുവിനെ തനിക്ക് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ കാർത്തിവീരാർജുനൻ ജമദഗ്നി മഹർഷിയോട് ഇതിനെ ആവശ്യപ്പെടും. പക്ഷേ ജമദഗ്നി മഹർഷി അതിനെ കൊടുക്കാൻ തയ്യാറാകത്തില്ല. അപ്പോൾ ഈ സമയം നമ്മുടെ പരശുരാമൻ ആശ്രമത്തിൽ ഇല്ല. അങ്ങനെ അവസാനം ഇത് 2 രീതിയിൽ ഈ കഥ പറയുന്നുണ്ട്. ഒന്ന് അവർ തിരിച്ചു പോയിട്ട് പിന്നെ വന്നാണ് കൊണ്ടുപോകുന്നത്, അല്ല അപ്പം തന്നെ കൊണ്ടുപോകുന്നു എന്നും കഥയുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഭാഗവതത്തിൽ പറയുന്ന കാർത്തിവീരാർജുനൻ എന്ത് ചെയ്യുന്നു? കൊട്ടാരത്തിലേക്ക് മടങ്ങുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രി ഇതെങ്ങനെയും രാജാവാണിത് വെക്കേണ്ടത്, ഈ പശു രാജകൊട്ടാരത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് കാർത്തിവീരാർജുനോട് പറഞ്ഞിട്ട് കാർത്തിവീരാർജുനോട് മൗനസമ്മതവും വാങ്ങി ഈ മന്ത്രിയും സൈനികരും കൂടി പോയിട്ടാണ് ഈ പശുവിനെ എന്ത് ചെയ്യുന്നു? പിടിച്ചുകൊണ്ട് വരുന്നു. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്ന നമ്മുടെ പരശുരാമൻ്റെ അച്ഛനായ ജമദഗ്നി മഹർഷിയെ ഇവരെന്ത് ചെയ്യുകയാണ്? വധിക്കുകയാണ്. വധിച്ചിട്ട് ഈ പശുവിനെയും കൊണ്ട് ഇവർ പോവുകയാണ്. അപ്പോൾ രാമൻ കാട്ടിപ്പോയിട്ട് തിരിച്ചു വരുമ്പം കാണുന്നത് അച്ഛൻ്റെ ജഡവുമായിട്ട് ആ തല മടിയിൽ വെച്ചുകൊണ്ട് അമ്മ നെഞ്ചത്തടിച്ച് കരയുന്നതാണ് പരശുരാമൻ കാണുന്നത്. അപ്പോൾ അമ്മ 21 പ്രാവശ്യം നെഞ്ചത്തലച്ച് കാണുന്ന പരശുരാമൻ അവിടെ വെച്ചൊരു പ്രതിജ്ഞ ചെയ്യുകയാണ്, ഞാൻ 21 പ്രാവശ്യം ഈ ദുഷ്ടന്മാരായ ക്ഷത്രിയരെ
എന്താണ് ഇല്ലായ്മ ചെയ്ത അമ്മയുടെ ദുഃഖം മാറ്റുമെന്ന് ശപഥം ചെയ്യുകയാണ്. എന്നിട്ട് ശുക്രാചാര്യനെ പ്രാർത്ഥിക്കും. അപ്പോൾ ശുക്രാചാര്യൻ അവിടെ വന്നിട്ട്, ശുക്രാചാര്യന് ഒരു കഴിവുണ്ട്, അദ്ദേഹത്തിന് മൃതസഞ്ജീവനി മന്ത്രം അറിയാം അല്ലേ. നമ്മൾ ശുക്രാചാര്യരുടെ ഈ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച മറ്റൊരു സന്ദർഭവും നമ്മൾ പറഞ്ഞു, വാമന അവതാരത്തിൽ ഇല്ലേ. ദേവന്മാരും മഹാബലിയെയൊക്കെ വധിക്കുമ്പോൾ ഈ ശുക്രാചാര്യരാണ് മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുന്നത് എന്ന് പറയുന്നത് പോലെ ഇവിടെ ജമദഗ്നി മഹർഷി മരിച്ചു, അദ്ദേഹത്തിനെ മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് നമ്മുടെ ശുക്രാചാര്യർ എന്ത് ചെയ്യുന്നു, ജീവിപ്പിക്കുന്നു. അപ്പോൾ ജീവിപ്പിച്ച് കഴിയുമ്പോൾ നമ്മുടെ പരശുരാമൻ എന്ത് ചെയ്യും, പോയിട്ട് കാർത്തിവീരാർജുനുമായിട്ട് യുദ്ധം ചെയ്യും. യുദ്ധം ചെയ്തിട്ട് പശുവിനെ വീണ്ടെടുത്ത് കാർത്തിവീരാർജുനെ ആ യുദ്ധത്തിൽ വെച്ച് വധിക്കുകയാണ്. കാർത്തിവീരാർജുനെ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെയും ആ യുദ്ധത്തിൽ വെച്ച് വധിച്ചിട്ടാണ് ഈ പശുവിനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആശ്രമത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ അച്ഛൻ പറയും, മോനെ നീ ചെയ്തത് ശരിയായില്ല. കാരണം അത് കാർത്തിവീരാർജുനൻ എന്ന് പറയുന്നത് ഒരു വിഷ്ണു ഭക്തനായിട്ടുള്ള ആളാണ്. അദ്ദേഹം ഇങ്ങനൊരു തെറ്റ് ചെയ്തു എങ്കിലും ഇങ്ങനെ ഇത്രയും കഠിനമായ ശിക്ഷയൊന്നും കൊടുക്കേണ്ടിയിരുന്നില്ല. അപ്പോൾ എന്തായാലും എന്ത് ചെയ്തു, നീ ഇത്രയും പേരെ വധിച്ചു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താണ്, പാപമുണ്ട്. അപ്പോൾ ആ പാപം മാറുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, തീർത്ഥക്കുളങ്ങളിലൊക്കെ പോയി കുളിക്കണം എന്ന് പറഞ്ഞ് പരശുരാമനോട് പറയുകയും അങ്ങനെ പരശുരാമൻ എന്ത് ചെയ്യുന്നു, തീർത്ഥക്കുളങ്ങളിൽ കുളിച്ച് തൻ്റെ പാപം ഇല്ലാതാക്കാനായിട്ടൊരു യാത്ര പുറപ്പെടുകയാണ്. അപ്പോൾ ഇത് കാർത്തിവീരാർജുനൻ യഥാർത്ഥത്തിൽ മരിച്ചല്ലോ. അപ്പോൾ കാർത്തിവീരാർജുനെ കൊന്ന ആ വൈരാഗ്യം കാർത്തിവീരാർജുൻ്റെ മരിക്കാത്ത കുറച്ച് പുത്രന്മാർ ഒരു 4-5 പുത്രന്മാർ അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്യും, ഈ പരശുരാമൻ അവിടെ ഇല്ല എന്നറിഞ്ഞിട്ട് അവർ ആശ്രമത്തിലേക്ക് വരികയും ഈ ജമദഗ്നി മഹർഷിയെ വധിക്കുക. അവരുടെ അച്ഛനെ രാമൻ വധിച്ചില്ലേ, അതിന് പ്രതികാരമായിട്ട് ജമദഗ്നി മഹർഷിയെ വധിച്ചിട്ട് തലയും എടുത്തുകൊണ്ടു പോകും. അതായത് കഴിഞ്ഞ പ്രാവശ്യം അവർ വധിച്ചിട്ട് പോയപ്പം ഈ ശുക്രാചാര്യർ വന്നിട്ട് എന്ത് ചെയ്തു, മൃതസഞ്ജീവനി മന്ത്രം ഉപയോഗിച്ച് ജീവിപ്പിച്ചു. അപ്പം ഇനി അങ്ങനെ ജീവിപ്പിക്കാതിരിക്കാൻ, അപ്പം തലയുണ്ടെങ്കിലല്ലേ ജീവിപ്പിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ തലയും വെട്ടിയെടുത്തുകൊണ്ട് ഇവർ പോകും. അപ്പോൾ പിന്നെ ഇവർക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഈ ജമദഗ്നി മഹർഷി അദ്ദേഹത്തെ ചിതയിൽ വെച്ച് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തെ സംസ്കാര കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ദുഃഖിതയായ രേണുകയും മരിക്കുകയാണ്. അപ്പോൾ ഭാർഗവരാമൻ തൻ്റെ തപസ്സും ഈ തീർത്ഥക്കുളത്തിലൊക്കെ പോയി സ്നാനവും എല്ലാം ചെയ്ത് തിരിച്ചു വരുമ്പോൾ അറിയുന്നത് തൻ്റെ അച്ഛനമ്മമാർക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ച് അറിയുകയും ഭാർഗവരാമൻ എന്ത് ചെയ്യുന്നു, ക്ഷത്രിയ നിഗ്രഹത്തിനായി പുറപ്പെടുന്നു. അദ്ദേഹം ക്ഷത്രിയരെ എല്ലാം 21 തവണയായിട്ട് നിഗ്രഹിക്കുകയാണ്. അതിനോടൊപ്പം അദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, കുരുക്ഷേത്രം, അതായത് നമ്മുടെ കുരുക്ഷേത്ര യുദ്ധം നടന്ന കുരുക്ഷേത്രം, ആ കുരുക്ഷേത്രത്തിൽ 5 തടാകങ്ങൾ നിർമ്മിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പിടിച്ചു കെട്ടിയ 12,000-ലധികം ക്ഷത്രിയ രാജാക്കന്മാരെയും അവരുടെ ബന്ധുക്കളെയെല്ലാം ഈ കുരുക്ഷേത്രയിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുന്നു, അവിടെ വെച്ചാണ് വധിക്കുന്നത്. അപ്പോൾ അവരുടെ രക്തം ഈ 5 കുളത്തിലും വീഴുകയാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ക്ഷത്രിയ രുതിരമയേ പയസി. അപ്പോൾ ഈ അവരുടെ രക്തം വീണ ആ കുളം 5 ജലാശയങ്ങളുണ്ട്. അപ്പോൾ അവരുടെ രക്തം അതിൽ വീണ് കഴിയുമ്പോൾ എന്നിട്ട് ആ കുളത്തിലിറങ്ങി പരശുരാമൻ കുളിച്ചിട്ട് എന്ത് ചെയ്യുന്നു, സ്നാനം ചെയ്തിട്ട് തങ്ങളുടെ പിതൃതർപ്പണം ചെയ്യുന്നു. അപ്പോൾ അതിൽ പ്രസന്നരായ പിതൃക്കൾ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് വരം വേണമെന്ന് ചോദിക്കുമ്പം പറയുകയാണ്, ഈ കുളങ്ങൾ ഇനി എന്തായി മാറണം, തീർത്ഥക്കുളങ്ങളായി മാറണം. ഈ തീർത്ഥക്കുളത്തിൽ കുളിച്ചാൽ എന്ത് ചെയ്യണം, എല്ലാവരുടെയും പാപം നശിക്കണം. അപ്പം അങ്ങനെ ഈ തീർത്ഥക്കുളങ്ങൾ, ഈ 5 ജലാശയങ്ങൾ, ഈ ക്ഷത്രിയന്മാരുടെ രക്തം വീണ ഈ തീർത്ഥക്കുളം എന്ത് ചെയ്യുന്നു, പിന്നീട് ആ കുളത്തിൽ ആര് കുളിക്കുന്നോ അവരുടെ പാപങ്ങൾ ഇല്ലാതായി മാറുന്നു. അപ്പം അതാണ് സെമന്ത പഞ്ചകം എന്നറിയപ്പെടുന്നത്. ആ തീർത്ഥക്കുളമാണ്. ഈ തീർത്ഥക്കുളത്തിലാണ് പിന്നീട് നമ്മുടെ കൃഷ്ണൻ
യാദവരുമായിട്ട് പ്രഭാസ തീർത്ഥ സ്നാനമെന്നും പറഞ്ഞ് ചെയ്യുന്നില്ലേ. അപ്പോൾ ഇവിടെ സ്നാനം ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടെ നമ്മുടെ ജയദേവ കവി ഉദ്ദേശിച്ചത്. ക്ഷത്രിയന്മാരുടെ രക്തം വീണ ആ തീർത്ഥക്കുളത്തിൽ ഈ ജനങ്ങളെയെല്ലാം കുളിപ്പിക്കുക അല്ലെങ്കിൽ ആറാടിപ്പിക്കുക, ഈ ജഗത്തിലെ ജനങ്ങളെയെല്ലാം കുളിപ്പിക്കുക, ആറാടിപ്പിക്കുക വഴി എന്ത് ചെയ്യുന്നു? അങ്ങ് അവരുടെ പാപം ഇല്ലാതാക്കുന്നു. അതുമാത്രമല്ല സംസാര ദുഃഖവും ഇല്ലാതാക്കുന്നു. അങ്ങനെ പരശുരാമ രൂപം ധരിച്ച ഭഗവാനെ കേശവ ജഗദീശ അങ്ങ് ജയിച്ചാലും. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വേറെ കഥകളുണ്ട്. പിന്നീട് മഹാഭാരതത്തിലും ഒക്കെ ഈ ശ്രീരാമ അവതാരത്തിലും ശ്രീകൃഷ്ണ അവതാരത്തിൻ്റെ ആ സമയത്തും എല്ലാം നമ്മുടെ പരശുരാമനുണ്ട്. അപ്പോൾ ഒരുപാട് കഥകൾ പരശുരാമനുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇത് ഞാൻ ചുരുക്കി ഈ പിന്നെ തീർത്ഥക്കുളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. പിന്നീട് പരശുരാമൻ തൻ്റെ അമ്മയായ രേണുകയെ വധിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അമ്മയായ രേണുകയെ അച്ഛൻ്റെ നിർദ്ദേശാനുസരണം വധിച്ചിട്ട് പിന്നീട് അമ്മയ്ക്ക് ജീവൻ നൽകണമെന്ന് അച്ഛനോട് വരൻ ആവശ്യപ്പെട്ട് അങ്ങനെ അമ്മയ്ക്ക് ജീവൻ പ്രദാനം ചെയ്യുന്ന അങ്ങനൊരു കഥയൊക്കെയുണ്ട് പരശുരാമനുമായിട്ട്. തൽക്കാലം നമ്മൾ അതിലോട്ടൊന്നും പോകുന്നില്ല. ഇത്രയുമാണ് ഈ ശ്ലോകത്തിൻ്റെ പരശുരാമ അവതാരമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 2-3 ഭാഗമായിട്ടൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അഷ്ടപതി 6ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ ഗോപന്മാർക്കും നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ്റെയും രാധാറാണിയുടെയും അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ശ്രീ രാധേ രാധേ. സർവം കൃഷ്ണാർപ്പണമസ്തു.